അങ്ങനെ വീട്ടിലെ ഈ ഒരു ബെൽ ചാമ്പ ഗ്രീൻ കളറാണ് കേട്ടോ, നിറയെ കായയായിട്ടുണ്ട്. പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പോസ്റ്റും അപ്ഡേറ്റ്സും ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ഇത്രത്തോളം വലിപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കായ പിടുത്തം തുടങ്ങി കഴിയുമ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മുടെ പ്രകൃതിയുടെ അവകാശികളും വന്നു തുടങ്ങുമല്ലോ. അപ്പോൾ അവരും കഴിച്ചോട്ടെ, കഴിക്കണ്ടെന്നല്ല, പക്ഷേ നമുക്കും അല്ലെങ്കിൽ വീട്ടിൽ പിള്ളേർക്കും ഒക്കെ ആഗ്രഹമില്ലേ. ഇതെല്ലാം അവർ കൊഴിച്ചിട്ടതാണ് കേട്ടോ. എലി വന്ന് കഴിക്കുന്നുണ്ട്, കിളികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെറിയതായിട്ട് നമുക്കൊന്ന് കുറച്ചെങ്കിലും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനാക്കാനായിട്ട് ഇത് മൊത്തം നമ്മൾ കവർ ചെയ്യാനായിട്ടുള്ള പ്ലാനാണിന്ന്. അപ്പോൾ അതേ ഇത് നമ്മുടെ മതിലിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ഇതേ കണ്ടോ, അവിടെയും കുറേ അധികം കൊഴിഞ്ഞ് കിടപ്പുണ്ട് നിലത്ത്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കൊലകൊലയായിട്ട് പിടിച്ച് കിടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ വിളഞ്ഞത് നോക്കിയിട്ട് 3-4 എണ്ണം ഒന്ന് പിച്ചി എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നറിയാനായിട്ടാണ് കേട്ടോ. അതിൽ നിന്ന് 2-3-4 എണ്ണം നമ്മൾ പിച്ചി എടുക്കുവാണ്. ഇതിൽ ഏറ്റവും ആദ്യം പിടിച്ച ഒരു 2 എണ്ണം ഞങ്ങൾ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്, നല്ല അടിപൊളി സ്മെല്ലുമാണ്. അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല വലിപ്പമുള്ള ചാമ്പയ്ക്കയാണ്. അപ്പോൾ പപ്പയാണ് ഇന്ന് ആക്രിക്കടയിൽ നിന്ന് ഈ ഒരു വല വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ വല ഇട്ടിട്ട് മൊത്തത്തെ കവർ ചെയ്യാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാൻസ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.